ആശാൻ നിങ്ങളിങ്ങനെ തലങ്ങും വിളങ്ങും നടന്നു നിൽക്കേണ്ട ഒരു ബാക്കിരുത്തി നിങ്ങളൊരു തീരുമാനം പറയും. എത്ര നേരമായി ഇരിക്കണ്? അനക്കൊന്നും പറയല്ലേ? എന്താ ചെയ്തലാ പറ. ആശാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോ മൊയ്ത് പറഞ്ഞു കേൾക്കുമ്പോ നമുക്കിപ്പോ ഈ സീസണൊക്കെ അവസാനിച്ചിട്ട് പിന്നെ സീസൺ തുടങ്ങണത് നമുക്ക് ഓണത്തിനാണല്ലോ. അതെ, ഓണത്തിന് 10-15 നാടകം നമുക്ക് കിട്ടുന്നതാ. ഒരൊറ്റ നാടകം ഇല്ല. ഇനിയിപ്പോ ഈ വർഷം നാടകം ഉണ്ടാവൂല. നമുക്കത് പ്രതീക്ഷിക്കാനും പറ്റില്ല. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ജീവിത മാർഗത്തിന് ചെയ്തേ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ആശാന്റെ വിളി വന്നപ്പോ തന്നെ കളിയുണ്ടെന്നും പറഞ്ഞ് പെട്ടിയെടുത്തോണ്ട് പോകുന്നു. ഇനി വീട്ടിലെന്ത് പറയും? വീട്ടിലെ കാര്യമാണെങ്കിൽ അതിലും വലിയ കഷ്ട. അമ്മയ്ക്ക് കുഴമ്പ് മേടിക്കാൻ പോലും പൈസ ഉണ്ടായില്ല. ഈ വിഷമൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കുക. ഞാൻ ഒന്ന് പറയാം, ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാനലാണ്. എടാ മൊയ്തോ, ഞങ്ങള് നാടകക്കാരല്ലേ, ഞങ്ങൾക്ക് നാടകം കളിക്കാനല്ലേ അറിയൂ. ഇനിയിപ്പോ അടുത്ത കാലത്തൊന്നും നാടകം കളി നടക്കൂല. അപ്പോഴാണ് ഈ വെബ് സീരീസ് ഇപ്പൊ എല്ലാരും അതാണ് ചെയ്യണത്. നാടകം പോലെ അല്ലാന്ന് ഈ സീരിയല്, അതൊക്കെ വേറെ രീതിയിൽ, അതൊന്നും ശരിയാവില്ല. എത്ര ആൾക്കാർ ചെയ്തിട്ട് എന്തൊക്കെ ചവറ വന്ന് പോണ് യൂട്യൂബിൽ. എന്റെ ആശാനെ ഇങ്ങളെ പോലത്തെ ഒരു എഴുത്തുകാരൻ, ഒരു സംവിധായകൻ, ഇവരെ പോലെ അഭിനേതാക്കൾ, എനിക്ക് ഒരു പണിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, കല്യാണങ്ങളൊന്നും നടക്കില്ല. എന്റെ ക്യാമറ വെറുതെ കിടക്കുക. അപ്പൊ ക്യാമറ എടുത്ത് ഞാനത് ഷൂട്ട് ചെയ്തോളാം. അതുപോലെ എന്തിനാ പുറത്തു പോണ? കയ്യിലൊരു കിടിലൻ ഹീറോ ഇരിപ്പില്ലേ? ആരാത്? കാര്യപ്പെട്ടൊരു കാര്യം പറഞ്ഞു. നാടകം അറിഞ്ഞിട്ട് ആശാൻ നാടകം സംവിധാനം ചെയ്ത് 2 അവാർഡും കിട്ടിയത് ആശാനും ആയത്. 2 എനക്കും കിട്ടിയ അവാർഡ്. നിനക്കെപ്പോഴാ അവാർഡ് കിട്ടിയത്? ആശാ കഴിഞ്ഞ മിഥുനത്തിന് എനക്ക് തന്നില്ലേ ചേച്ചിന്ന്? അതാ ക്ലബുകാര് തന്നിട്ടുള്ള മൊമെന്റ് ആണ്. അത് വീട്ടിൽ വെക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാ ഞാൻ. ഈ വക ആളുകളെ വെച്ചിട്ട് വേണം ഇത് നടത്തിക്കൊണ്ടുപോകാൻ. എങ്ങനെയുണ്ട്? അല്ല ആശാൻ, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഒന്ന് കുളിച്ച് യാത്രയായി വീടിന് പുറത്തോട്ട് ഇറങ്ങിയ ആളുകൾ ചോദിക്കും, ഇന്നെവിടെയാണ് കളി? ഞാൻ എന്ത് പറയും? എന്റെ പ്യാരി, ഇത് എന്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ ഒരു കലാകാരന്മാർക്കും ഇല്ല പ്രോഗ്രാം. ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കലാകാരനുണ്ട്. ആരാറിയോ? മന്മഥനോ? നമ്മളാ സുഗതന്റെ മരുവല്ലേ, മുടിയൊക്കെ നീട്ടി വളർത്തി. കലാകാരൻ അല്ലല്ലോ, ഓനങ്ങൾ അങ്ങനെ ഇതാക്കണ്ട. മാസത്തിൽ 80,000 റുപ്യ വരെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആന്ന് ആ കോലവും വെച്ചിട്ടാ. പിന്നെ അല്ലാണ്ട് ഇനി വേറെ ഒന്ന് കേട്ടോളി, നമ്മളെ മണ്ടു തുടങ്ങിയിരിക്കണ ചാനൽ. മണ്ടോ? നമ്മളെ ആശാന വലിയ മണ്ടുല്ലേ? ആശാനാരതല്ലേ? അത് ചോദിച്ചിട്ട് ബാക്കി കാര്യം, ചാനലിന് ചർച്ചയിലും ബാക്കി കാര്യം. പോട്ട, അത് പഴയ കാര്യമാണ്. നാടകം കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവളെ അതൊന്നും നോക്കാതെ ആ സൂതനായിട്ട് ചിങ്കരിച്ചോണ്ട് നിന്നു. അതിന് പോയി ആശാനൊന്നും ഉള്ളിയതാ. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഓള് വരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണേ. പിന്നെ ഞമ്മക്കെന്താ തുടങ്ങിയാലെന്ന്. ഒന്നും നോക്കണ്ടല്ലേ, അങ്ങോട്ട് തുടങ്ങാശാനെ. ആശാന അതൊരു കഥ ഇവിടെയാണ്. ബാക്കി കാര്യം സത്യേട്ടാ, നിങ്ങളെ കൈ കൊണ്ട് നോക്കി. അതെ, ചെയ്ത വെക്കി. അപ്പൊ സത്യ തിയേറ്റേഴ്സ് ഒരുക്കുന്ന വെബ് സീരീസ് മറിമായം.